വ്യാപാരി തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് അസോസിയേഷൻ 22-ന് കരുനാഗപ്പള്ളി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൂലൈ 22 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഉത്സവങ്ങളായാലും ഈ വെള്ളപ്പൊക്കമായാലും മറ്റെന്ത് പരിപാടിയാകട്ടെ എല്ലാത്തിനും വ്യാപാരികളെയാണ് സമീപിക്കുന്നത്. എന്നിട്ടും ഈ വ്യാപാരികളെ ദ്രോഹിക്കുന്ന പരിപാടി കുറെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അത് തന്നെയാണ് യുണൈറ്റഡ് മർച്ചന്റ് അസോസിയേഷന്റെ തീരുമാനം, ഇപ്പോഴത്തെ തീരുമാനം. അതിന്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണ് തിങ്കളാഴ്ച നടക്കുന്ന താലൂക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലോട്ട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരവും മാർച്ചും. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, പ്ലാസ്റ്റിക് ഉൽപാദന സ്ഥലത്ത് തന്നെ നിരോധിക്കുക, പകരം സംവിധാനങ്ങൾ നടപ്പിലാക്കുക, സർവീസ് റോഡ് പൂർത്തീകരിച്ചതിനു ശേഷം ഹൈവേയുടെ പണി ആരംഭിക്കുക, വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത തരത്തിൽ റോഡ് വികസനം സമയബന്ധിതമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഒരു കടയിൽ കയറാൻ പറ്റുന്നില്ല, കൈനീട്ടം വിട്ടിട്ട് മാസങ്ങളോളായ കടകളുണ്ട്. അതിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാവണം. എന്നുവെച്ചാൽ അവർക്ക് കടയിൽ കയറാനുള്ള ഇത് ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ സർവീസ് റോഡ് പണിയാനുള്ള ഹൈവേയിലോട്ട് പണിയുന്നത്. ആദ്യം സർവീസ് റോഡ് പണിഞ്ഞ് അവർക്ക് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് വേണ്ട ഹൈവേ വർക്ക് ചെയ്യാൻ. അതിന് ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോക്കാർ തേരാക്കുറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവിടെ കുറച്ച് ആ കൺജക്ഷൻ ഏരിയ, ബസ് സ്റ്റാൻഡ് അറിയാമല്ല, കൺജക്ഷൻ ഏരിയ അവിടെ കൊണ്ടുവന്ന് ഓട്ടോ ഇട്ട് അവർ കിടന്ന് പടാപ്പാട് വിടുക. അവർക്കൊരു മാന്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. പക്ഷെ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് പോവുക, ഏതെങ്കിലും തരത്തിൽ ഗുണ്ടായുസം കാണിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിരിവ് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിന് കച്ചവടക്കാരെ ദ്രോഹിക്കുക. ഇങ്ങനെ നോക്കിയപ്പോൾ എറണാകുളത്തിലെ ബസ് സ്റ്റാൻഡ് അവിടെ ഒരു പ്ലാസ്റ്റിക് ഇരിപ്പ് അവിടെ കിടന്നെന്നും പറഞ്ഞ് എനിക്ക് ഫൈൻ അടിച്ചേക്കുന്നു. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ഭാരവാഹികളായ ഷമ്മ സാഹിദ്രോസ്, A.A. ലത്തീഫ്, S. വിജയൻ, D. മുരളീധരൻ, നിജാം ബഷി, M. സിദ്ദീഖ് മണ്ണന്തയം, റുഷ P. കുമാർ, M. ഇ. ഷിജി, M. ബി. ഭൗസിയ ബീഗം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുവേണ്ടിയുള്ള സൂചനാ സമരമാണ്. ആ സമരത്തിന്റെ പ്രാധാന്യം എല്ലാ കാര്യങ്ങളും വിശദമായി ഈ നോട്ടീസിലും അല്ലെങ്കിൽ ഈ കുറിച്ചിലും കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.